സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അത്ര സുഖമല്ല എന്നറിയാം, കാരണം ഇപ്രാവശ്യം എല്ലായിടത്തും ചൂട് കൂടുതലാണ്. എസ്പെഷ്യലി കേരളത്തിൽ ഇപ്രാവശ്യം ഭയങ്കര ചൂട് കൂടുതലാണെന്ന് ന്യൂസിലൊക്കെ കണ്ടു. പിന്നെ പാരന്റ്സ് ഒക്കെ വിളിക്കുമ്പോഴും പറയുന്നുണ്ട്. ഇവിടെയും നല്ല ചൂടാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉടുപ്പി എന്ന് പറഞ്ഞ സ്ഥലമാണ്, മാംഗ്ലൂരിന്റെ അടുത്തല്ല, പക്ഷെ എന്നാലും ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെയും ഭയങ്കര ചൂടാണ്. ചൂടിനെ മാറ്റി വെച്ചാൽ നിങ്ങളുടെ സമ്മർ എങ്ങനെ പോകുന്നു? ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സമ്മർ വെക്കേഷൻ ആയിരിക്കുമല്ലോ. ഇവിടെ ചേച്ചിയുടെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 4 ദിവസം ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അവർ വന്ന സമയം നമുക്കും അവധിയുള്ള സമയമായിരുന്നുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു അവരുടെ കൂടെ. പിന്നെ നമ്മളുടെ കുട്ടിക്കാലത്തെ സമ്മർ വെക്കേഷൻ എന്നൊക്കെ പറയുമ്പം ഞാൻ KVയിലാണ് പഠിച്ചത്. അപ്പം എൻ്റെ കസിൻസിന്റെയും ഒക്കെ ഇങ്ങനെ ഹോളിഡേയ്സ് കഴിഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും വെക്കേഷൻ സമയത്ത് നമ്മൾ പാരന്റ്സിന്റെ കൂടെ കുട്ടി ട്രിപ്പുകളൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുക, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കുക, അതൊക്കെയായിരുന്നു ആ ഒരു ഏജിൽ നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾക്ക് വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കേഷൻ ഒന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും ഈ ഒരു വീക്ക്, അതായത് April 8 തൊട്ട് 14, 15 വരെ ഈ ഒരു വീക്ക് നമുക്ക് കുറച്ച് അവധികളൊക്കെ വരുന്നുണ്ട്. അതായത് April 8 മൺഡേ ആണ്, പിന്നെ 9th ഹോളിഡേ ആണ്, 10th വർക്കിംഗ് ആണ്, 11th ഹോളിഡേ ആണ്, 12th വർക്കിംഗ് ആണ്, 13, 14 ഹോളിഡേ ആണ്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു 10th, 12th ലീവ് എടുത്താൽ നമുക്കൊരു വീക്ക് ഫുള്ള് അവധി കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു 2 ദിവസം ലീവ് എടുത്തു. അപ്പൊ നമുക്കൊരു നല്ലൊരു വെക്കേഷൻ കിട്ടി. അപ്പൊ നമുക്ക് എന്നാ ഒരു ട്രിപ്പ് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, April 9th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ പൊതുവെ ഇങ്ങനെ ബർത്ത്ഡേസിന് ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്യാറൊന്നുമില്ല. കാരണം നമ്മളങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത്ര ഇൻട്രസ്റ്റ് ഉള്ളവരല്ല. പുറത്ത് പോകും, അല്ലെങ്കിൽ മൂവിക്ക് പോകും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ബർത്ത്ഡേ ട്രിപ്പ് അങ്ങനെ നമ്മളിങ്ങനെ പൊതുവെ ചെയ്യാറില്ല. പക്ഷെ ഇത് കോയിൻസിഡൻസ് നമുക്ക് ബർത്ത്ഡേയും കൂടെ ഈ ഒരു വീക്കിൽ കിട്ടിയത് കൊണ്ട് എന്നാൽ ഓക്കെ, ബർത്ത്ഡേ ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ബാക്കിൽ കാണുന്നുണ്ടായിരിക്കുമല്ലോ, അതിന്റെ പാക്കിങ് ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് April 7th സൺഡേ ആണ്. അപ്പൊ നാളെ, അതായത് April 8th നൈറ്റ് നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകണം. ബാംഗ്ലൂരിൽ നിന്നാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? പറയണോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു ചൂടിൽ നിന്നും രക്ഷപ്പെട്ടു പോവാണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പൊ അതിന്റെ നമ്മൾ ഇന്നലെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ജനുവരിയിൽ മേഘാലയ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ തെർമൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ വലിയ ഹെവി ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നു. അതുപോലെ ഡ്രസ്സസ് ഒക്കെ ആണെങ്കിലും കൂടുതലും നമ്മൾ അവിടെ ജാക്കറ്റ് ഒക്കെ ഇട്ട് കവേർഡ് ആയിരിക്കും മിക്ക സമയത്ത്. അതുകൊണ്ട് പുതിയ ഡ്രസ്സസ് ഒന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല. പിന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ 1-2 ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി. നേട്ടന് പിന്നെ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ പുതിയ ഷോപ്പ് ചെയ്യുക, ഡ്രസ്സ് അങ്ങനത്തെ ഉള്ള ആളെ അല്ല. അതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈക്ക് അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസ്, പിന്നെ ചെറിയ ഇയറിങ്സ്, ആക്സസറീസസ് ഒക്കെ അതൊക്കെ ഞാൻ ഇന്നലെ പോയി വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ ബാഗില്. ഇനി മെയിൻ പാക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. നാളെ വർക്കിംഗ് ആയതുകൊണ്ട് അതിന് സമയം കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇന്ന് ഇപ്പൊ ഈവനിങ് നമുക്ക് 4 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഹെയർ ഞാൻ ഈ കളർ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. കുറെ നാളായി, ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗോവയിൽ പോകുന്ന നേരത്ത് കളർ ചെയ്ത. ഇതുവരെ അത്ര ഫെയ്ഡ് ആയിട്ടില്ല. ഈ ഷെയ്ഡ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറെ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സത്യമായിട്ട് ഇതിന്റെ ഷെയ്ഡിന്റെ പേര് അറിയത്തില്ല. ഞാനത് ബാംഗ്ലൂർ വെച്ച് ചെയ്തതായിരുന്നു, കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെയ്തതാണ്. അപ്പൊ അവിടെ ആ സലോണിൽ ഇങ്ങനെ കളേഴ്സിന്റെ പേരല്ല, നമ്പേഴ്സ് ആയിട്ടായിരുന്നു ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അന്ന് എനിക്ക് ആ നമ്പേഴ്സിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം പറഞ്ഞു, അങ്ങനെ ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ ഈ ഹെയർ കളർ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും ഞാൻ ആ വീഡിയോയുടെ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓടിച്ചു വിട്ട് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കളർ തൽക്കാലത്തേക്കിനും മടുത്തു. എനിക്ക് കളർ നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ തൽക്കാലത്തേക്കിനും ഇതൊന്നും മടുത്തൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. ഞാൻ വിചാരിച്ചത് ഇനി കുറച്ച് നാളത്തേക്ക് കളർ ചെയ്യേണ്ട, എൻ്റെ ഒറിജിനൽ ഹെയർ കളറിൽ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വളരുന്നില്ല മുടി. വളർന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് ഈ കളറുള്ള ഭാഗം വെട്ടിക്കളയാൻ പറ്റുള്ളൂ, വളരുന്നില്ല. അതുകൊണ്ട് എന്നാൽ ഈ കളർ അങ്ങ് ചേഞ്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് അതിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഏട്ടനും ഹെയർ കട്ട് ചെയ്യണം. അപ്പൊ വൈകുന്നേരം നമുക്ക് ടൈം കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു സമയത്ത് കൊണ്ട് നമുക്ക് പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാം അത്യാവശ്യം കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന്
ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ഇനി കുറെ സാധനങ്ങൾ അയൺ ചെയ്യാനുണ്ട്. അപ്പൊ അയൺ ചെയ്ത് ഓരോന്നും പാക്ക് ചെയ്യണം. ഏട്ടൻ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കൊണ്ടുകൊണ്ട് അതെല്ലാം കൊണ്ട് തന്നിട്ടുണ്ട്. അത് പെട്ടിയിലോട്ട് വെക്കാത്തതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അത് കാരണം ഞാൻ മറ്റേ പാക്കിംഗ് ക്യൂബ്സ് ഒക്കെ പുതിയത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ സിംഗപ്പൂർ പോയ പാക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഈ പ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ സാധനങ്ങൾ, കുറച്ചും കൂടെ പുതിയ ബാഗുകളും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ പതുക്കെ ഈ പാക്കിംഗ് പരിപാടിയിലേക്ക് പോകണം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇച്ചിരിയെങ്കിലും ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബാൽക്കണിയുടെ ഡോർ തുറന്നിട്ട് അവിടെയാണ് ഈ ട്രൈപോഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ പുറത്തുനിന്നുള്ള ഒച്ച, ഈ കാറ്റിന്റെയും വണ്ടികളുടെ ഒക്കെ ഒച്ചകൾ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി താമസിപ്പിക്കാതെ പതുക്കെ പാക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഭയങ്കര കുറവായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ശ്വാസം മുട്ടുകയാണ്. അതെനിക്കിനി സംസാരിച്ച് ശരിയാക്കണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് എക്സൈറ്റ്മെന്റ് തുടങ്ങും. എനിക്ക് അത്രയും ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പാക്കിങ്ങോ പ്ലാനിങ്ങോ എല്ലാം തന്നെ വേണമെങ്കിൽ തന്നെ ചെയ്യാൻ ഞാൻ റെഡി ആട്ടോ. അത്രയും ഇഷ്ടമാണ്. അപ്പം സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഞാനൊരു 2 മാസം മുന്നേ ആ സ്ഥലത്തിനെ പറ്റി പഠിക്കാൻ തുടങ്ങും. പിന്നെ ഐറ്റിനറി ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ജയ്പൂരൊക്കെ പോയതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാനതിൽ ആ സ്ഥലത്തിനെ പറ്റിയൊക്കെ പഠിച്ച് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷെ ഞാൻ അത്രയും ചെയ്തിട്ടില്ല കമ്പാരിറ്റീവ്ലി. ഒന്നാമത് അത്ര ഹിസ്റ്ററി ഉള്ള അങ്ങനത്തെ സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ സ്ഥലം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ. ഓക്കെ, അപ്പൊ അതൊരു ക്ലൂ കിട്ടിയല്ലോ. എനിവേസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ അയണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പാക്കിങ്. അതാ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോവുക അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തേക്കാനൊക്കെ ഭയങ്കര മടിയാണ്, അയൺ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഒന്നുകിൽ മിക്കപ്പോഴും ഏട്ടനായിരിക്കും അയണിങ് ഒക്കെ ചെയ്യുന്നത് തന്നെ. പക്ഷെ ട്രിപ്പൊക്കെ പോകാന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഞാനിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പക്ഷെ ഫാനില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പം കുറച്ച് നോയ്സ് ഒക്കെ കേൾക്കുമായിരിക്കും. അതങ്ങോട്ട് ഇഗ്നോർ ചെയ്തേക്കാം. ഇത് കൊണ്ടുവന്നുണ്ടോ? അപ്പൊ പറഞ്ഞെന്തായിരുന്നു? ഞങ്ങളുടെ കേസിൽ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ബുക്കിങ്സും അതുപോലെ മറ്റ് പ്ലാനിങ്സും ഒക്കെ ഞാനാണ് ഏറ്റെടുക്കാറ്. കാരണം ഒന്നാമത്തെ കാര്യം എനിക്കാണ് അതിനകത്ത് ഇൻട്രസ്റ്റ്, ഏട്ടനത് അത്ര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് ഈ വ്ളോഗിങ്ങും വീഡിയോ എടുക്കൽ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് കുറച്ച് നേരത്തെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താ എടുക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നേരത്തെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെ എല്ലാം അയൺ ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട്. ബോട്ടം വെയേഴ്സ് ഒരുമിച്ച്, ടോപ്സ് ഒരുമിച്ച്, ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ് അതെല്ലാം ഒരുമിച്ച്, യൂജീസ് വേറെ, ഏട്ടൻ്റെ എല്ലാം വേറെ, പിന്നെ സോക്സ്, ക്യാപ്പ്, അങ്ങനെ എല്ലാം നമ്മൾ കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ടുണ്ട്. ഇനി പതുക്കെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കാണിച്ച അത്രേ നമ്മളുടെ പാക്കിംഗ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ചോറുണ്ടതിന് ശേഷം ഒന്ന് TV ഒക്കെ കണ്ടങ്ങനെ ഇരുന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹെയറിന്റെ അപ്പോയിന്റ്മെന്റ് സമയമാവാറായി. അപ്പൊ അതിനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാലോ ഈ കളറ്. ഇതിപ്പം സൺലൈറ്റ് ഉള്ളതുകൊണ്ടാട്ടോ ഇത്രയും റെഡായിട്ട് തോന്നുന്നത്. അതാ ഈ ഒരു കളറാണ് ഇപ്പം. അപ്പൊ ഇതിൽ നിന്ന് മാറ്റി ഈ കളർ ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ കുറേ നാളായതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പിടിക്കാന്ന് ഓർത്ത് പോവാണ്. അതിന് ഹെയർ കട്ടും ഉണ്ട്.
അങ്ങനെ ഹെയർ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വന്നെത്തിയപ്പോൾ സമയം 8:15 കഴിഞ്ഞു രാത്രിയിൽ. അതായത് ഞാൻ പോയത് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയുടെ ആ ടിപ്പിലുണ്ടായിരുന്ന കളറൊന്ന് മാറ്റാനായിരുന്നു പോയത്. അപ്പോൾ ഇന്നലെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോയപ്പോൾ മുടി ഇങ്ങനെ പോണിറ്റെയിൽ കിട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ അവരെൻ്റെ ആ പോണി എടുത്തിട്ട് ഇത്രയും പോർഷൻ ഹൈലൈറ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അവർ പക്ഷേ ഉദ്ദേശിച്ചത് ഈ ഹൈലൈറ്റ് ആയിരുന്നു, ഇങ്ങനെ മനസ്സിലായോ? അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മിസ്മാച്ച് കാരണം അവസാനം അവർ ഹൈലൈറ്റ് പറഞ്ഞ പോലെ ചെയ്തു. അവസാനം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു കളറും ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു കളറ് ഹൈലൈറ്റും താഴെ മുഴുവൻ എൻ്റെ നേരത്തെ ആ കളറും ഹെയറിൻ്റെ. അപ്പോൾ എനിക്കതെന്തോ ഭയങ്കര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് മറ്റേതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നെങ്കിൽ ഇനിയിപ്പോൾ കളറ് വേറെ കളറ് ചെയ്യുക, ഇല്ലെങ്കിൽ ബ്ലാക്ക് ആക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇന്നൊന്ന് വേണ്ട ഒരു കാര്യം ചെയ്യാം, ബ്ലാക്ക് ആക്കിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ വീണ്ടും ബ്ലാക്ക് ആക്കി. പിന്നെ ഹൈലൈറ്റ് അതുപോലെ തന്നെയുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, ഹൈലൈറ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഒരു ചേഞ്ചായി. പക്ഷെ എന്നാലും പ്രതീക്ഷിച്ചത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, അതേ ഉള്ളൂ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും അല്ലേ, എനിക്കറിയാം. പക്ഷെ ഇതല്ല നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഐറ്റംസ് എല്ലാം ഇതേപോലെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ 4 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. 3:30 ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. 4 മണിക്ക് അവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കവർ 4:30 സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് 7:30 കഴിഞ്ഞു, 7:45 ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 8:15. ഏതായാലും ഇനിയിപ്പം ഡിന്നർ കഴിച്ചിട്ട് കിടക്കാനുള്ള സമയമുള്ളൂ. നമ്മൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നാളെ വൈകുന്നേരമാണ് നമുക്ക് പോകേണ്ടത്. നാളെ വർക്കിംഗ് ഡേയും ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തട്ടിക്കൂട്ടി പാക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് അങ്ങനെ പാക്കിങ് എനിക്ക് നല്ല ഇങ്ങനെ പാക്കിംഗ് ക്യൂബൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ എന്നാലും ഞാൻ സമയം കണ്ടെത്തി എങ്ങനെയെങ്കിലും ചെയ്യും. ഞാൻ എന്തായാലും പാക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് വൈകുന്നേരമാണ്, അതായത് 8 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ബസ്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇന്നലെ ഇവിടെ അടുക്കി വെച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം കൂടെ ഓരോ പാക്കിംഗ് ക്യൂബ്സിലാക്കി വെച്ചു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആ ട്രോളി ബാഗും അതേപോലെ ഈ ബാക്ക് പാക്കിലുമായിട്ട് ഇതെല്ലാം കൂടെ കയറ്റണം. അപ്പോൾ ഈ ജാക്കറ്റും ഈ ഷൂസും ഒന്നും നമ്മൾ പാക്കിംഗ് ക്യൂബ്സിൽ കയറ്റിയിട്ടില്ല. ഷൂസിന് വേറെ കവറുണ്ട്, അതിന് കയറ്റണം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഇനി നമുക്ക് ബാഗിലോട്ട് കയറ്റണം. ഞാൻ സാധാരണ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഒരു പൗച്ചിനകത്താണ് സ്റ്റോർ ചെയ്യാറ്. ഇവിടെ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ അതേപോലെ ചെറിയ ട്രിപ്സൊക്കെ പോകുമ്പം ഇതിനകത്താണ് കൊണ്ടുപോകാറ്. പക്ഷെ ഇത്രയും സാധനങ്ങളിപ്പം ഞാൻ കൊണ്ടുപോകുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് സാധനങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി എഴുതിയിട്ട് ഞാൻ ഇങ്ങനൊരു ബാഗ്, ഒരു ടോയ്ലറ്ററി ബാഗ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ലിപ്പ് റിലേറ്റഡ്, അതായത് ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അതെല്ലാം കൂടെ അവിടെ വെച്ചു. അതേപോലെ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പെർഫ്യൂം, സൺസ്ക്രീന്, ബ്ലഷ്, ഹെയർ സിറം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ, ക്ലെൻസർ, അങ്ങനത്തെയൊക്കെ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ആക്സസറീസും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ചെറിയ റോയുണ്ട്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഐലൈനർ, ബ്രഷ്, അതേപോലെ കാജൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിനകത്തും വെച്ചു. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഈ ഒരൊറ്റ ബാഗിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ നമ്മൾ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പം നമുക്ക് 8 മണിക്കാണ് ബാംഗ്ലൂരിലേക്ക് ബസ് ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി 7:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത്രയും ബാഗ്സാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്, അത് ഞാൻ നാളെ അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഒഫീഷ്യലി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവം. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, എന്നാലും നമ്മളുടെ ട്രോളിക്ക് വേണ്ടിയിട്ട് ഒരു കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ എന്നാലും എനിക്കിത് കാണിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഈയിടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നത് തന്നെ. അതായത് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രോളിയിലൊക്കെ ഒരുപാട് സ്ക്രാച്ചസ് വീഴുന്നുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് വിടുമ്പോഴത്തേക്കും അവരിത് ഹാൻഡിൽ ചെയ്യുന്നത് അത്ര കെയർഫുൾ ആയിട്ടൊന്നും ആയിരിക്കില്ല. അപ്പം നമ്മുടെ ട്രോളീസിലൊക്കെ വല്ലാണ്ട് സ്ക്രാച്ചസ് വീഴും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കവർ ഞാൻ വാങ്ങിയത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം ഇത് ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത്. അപ്പം ജസ്റ്റ് ഞാൻ വാങ്ങിയപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ.